Hello everybody, welcome to English Speaking Course. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ I am എന്നുള്ള എക്സ്പ്രഷനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണേണ്ടതാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. I am എന്നുള്ള എക്സ്പ്രഷൻ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. When we talk about ourselves or when I talk about myself, ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ എന്നെക്കുറിച്ച്, എന്നെപ്പറ്റി, എൻ്റെ ഇമോഷൻസിനെ പറ്റി, ആക്ടിവിറ്റീസിനെ പറ്റി, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മെയിനായിട്ട് I am എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Let's see a very simple and common example. I am Ria. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. I am a girl. ഞാനൊരു ഗേളാണ്. I am 30 years old. ഇതെല്ലാം നമുക്ക് അറിയേണ്ട സെൻറ്റൻസസ് ആണ്. ഇനി നമുക്ക് I am വെച്ചിട്ട് നമ്മളെ പ്രൊഫഷനെ ഡിസ്ക്രൈബ് ചെയ്യാം. I am a teacher. നമുക്ക് നമ്മളെ ഹൈറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. I am 5 feet 5 inches tall. How tall are you? ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ആൻസർ കൊടുക്കാം. I am 5 feet 5 inches tall. How are we doing? ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് നമ്മളെ ഇമോഷൻസും ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. I am good. I am fine. നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണെങ്കിൽ, ടെൻഷനിലാണെങ്കിൽ നമുക്ക് പറയാം I am tensed. I am tensed. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നമുക്ക് പറയാം I am puzzled. I am puzzled. And നമ്മൾ സിംപ്ലി ഹാപ്പി ആണെങ്കിൽ we can say I am happy. I am happy. ഇനി I am എന്നുള്ളത് നെഗറ്റീവ് കാര്യം പറയാനും നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് അത്രയും സുഖം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് പറയാം I am not so good. അല്ലെങ്കിൽ I am not well. I am not well. ഏതെങ്കിലും കാര്യം ഉറപ്പായിട്ട് അറിയാമെങ്കിൽ നമ്മൾ ഷുവർ ആണെങ്കിൽ അതിൻ്റെ കുറിച്ച് നമുക്ക് പറയാം I am sure. ഇനി ഷുവർ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം I am not sure. I am not sure. നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് പറയാം I am ready. I am ready. വീഡിയോ ഫുൾ കാണണം, എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് വലിയ സെൻറ്റൻസസ് ആക്കാം. നമുക്ക് വിശക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം I am not hungry. I am not hungry. ഇനി വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം I am hungry. ടയേർഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം I am not tired. ഇനി ടയേർഡ് ആണെങ്കിൽ നമുക്ക് പറയാം I am tired. ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ നമുക്ക് പറയാം I am not certain about that. I am not certain about that. നമുക്ക് മറ്റുള്ളവരൊപ്പം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, I am taller than you. ഞാൻ നിങ്ങളെക്കാട്ടിയും ടോളാണ്, എനിക്ക് നിങ്ങളെക്കാട്ടിയും ഹൈറ്റ് ഉണ്ട്. I am going to study. ഞാൻ പഠിക്കാൻ പോകുകയാണ്. I am going to study. I am leaving next week. അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് പോകുകയാണ്, ലീവ് ചെയ്യുന്നു ഞാൻ ഇവിടുന്ന്. I am leaving next week. ലീവിലാണെങ്കിൽ, വെക്കേഷനിലാണെങ്കിൽ, സപ്പോസ് ആരെങ്കിലും നമ്മളെ ഫോൺ വിളിക്കുന്നത്, അപ്പോൾ നമുക്ക് പറയാം I am on vacation. I am on vacation. ഞാൻ വെക്കേഷനിലാണ്. I am having my lunch. ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. I am having my lunch. I am having my lunch. അതേപോലത്തെ സ്ട്രക്ചറിൽ നമുക്ക് വേറെ സെൻറ്റൻസസ് പറയാം. ഫോർ എക്സാമ്പിൾ, I am playing football. I am playing football. ഇനി സ്റ്റാർട്ടിങ്ങിലല്ലാതെ I am സെൻറ്റൻസിൻ്റെ ഇടയിൽ വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. Be quiet while I am speaking. Be quiet while I am speaking. ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നും പറയരുത്. Be quiet. അല്ലെങ്കിൽ നമുക്ക് പറയാം Listen attentively while I am speaking. Listen attentively while I am speaking. ഞാൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം.
ഇനി സഡൻ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഐ എം ഹാപ്പി ടു ഹിയർ യുവർ വോയിസ്. ആരെങ്കിലും നമ്മൾ ആ ഫോൺ വിളിച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഐ എം ഹാപ്പി ടു ഹിയർ യുവർ വോയിസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം ഗ്ലാഡ് ടു ഹിയർ യുവർ വോയിസ്. ഐ എം ഗ്ലാഡ് ടു ഹിയർ യുവർ വോയിസ്. അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയാം. കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ എം ഹാപ്പി ടു സീ യു. I'm too tired to go for a walk. I'm too tired to go for a walk. വാക്കിന് പോകാൻ ഞാൻ ഭയങ്കര ടയേർഡാണ്. സെയിം പാറ്റേണിൽ ഐ എം ടു ടയേർഡ് ടു കുക്ക് ടുഡേ. ഇന്ന് കുക്കിംഗ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഞാൻ ഭയങ്കര ടയേർഡാണ്. ഐ ആം ടു ടയേർഡ് ടു കുക്ക് ടുഡേ. ഇനി നമുക്ക് കുറച്ച് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി നോക്കാം, ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആക്കി നോക്കാം. ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഐ ആം നല്ല യൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ തിരിച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ആം ഐ റോങ്? ഞാൻ പറഞ്ഞത് തെറ്റാണോ ചോദിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആം ഐ റോങ്. ഇനി ആം ഐ റോങ്ങിൻ്റെ പകരം നമുക്ക് ആം ഐ കറക്റ്റും ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ആം ഐ മേക്കിംഗ് സെൻസ്? ആം ഐ മേക്കിംഗ് സെൻസ്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സെൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? ആം ഐ ബോറിങ് യു? ആം ഐ ബോറിങ് യു? ഞാൻ നിങ്ങളെ ബോറാക്കുന്നുണ്ടോ? വാട്ട് ആം ഐ ടു ഡു നൗ? വാട്ട് ആം ഐ ടു ഡു നൗ? ഇനി ഞാൻ ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്? വാട്ട് ആം ഐ ടു ഡു നൗ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആം ഐ മേക്കിംഗ് മൈ സെൽഫ് ക്ലിയർ? ആം ഐ മേക്കിംഗ് മൈ സെൽഫ് ക്ലിയർ? എനിക്ക് എത്ര വയസ്സായെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഹൗ ഓൾഡ് ഡു യു തിങ്ക് ഐ ആം? ഹൗ ഓൾഡ് ഡു യു തിങ്ക് ഐ ആം? സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നത്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.